ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഒരു കുക്കറിൽ തന്നെ എല്ലാ പരിപാടികളും കഴിയും. അപ്പോൾ പാത്രം കഴുകുന്ന പോലുള്ള ഹെക്റ്റിക്കായിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് കുറയ്ക്കാം. ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം 1 by 1 ആയിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് റോ ആയിട്ടുള്ള മസാലാസാണ് ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ 2-3 എണ്ണം വീതം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എൻ്റെ അത് ചെറുതായിട്ട് കരിയുന്നുണ്ട്, തീയും പുകയൊക്കെ വരുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി, ഇതൊക്കെ നമ്മുടെ എരിവിനും ടേസ്റ്റിനും ആവശ്യത്തിനും നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തോട്ട് ഒരു സവോളയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പ്രഷർ കുക്കറിൽ വിസിലടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരു അരമുറി ക്യാരറ്റ്, 1 കപ്പ് ബീറ്റ്റൂട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, ഗുണമുള്ള സാധനങ്ങളല്ലേ, കിടന്നോട്ടെ, കുഴപ്പമില്ല. ബീറ്റ്റൂട്ടിൻ്റെ കളർ എന്തായാലും എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ക്യാരറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും കൂടെ കിട്ടിക്കോട്ടെ, അല്ലേ? അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ടിനും ക്യാരറ്റിനും ഒക്കെ മധുരം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഈ റൈസിനൊക്കെ ഇത്തിരി പുളിപ്പും കുറച്ച് സോഫ്റ്റും ഒക്കെ ആവും വെജിറ്റബിൾസൊക്കെ. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. തൈരോ നാരങ്ങാനീരോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അരി കുറച്ച് ഇതിൽ ആവശ്യമായിട്ടുള്ള ഞാനൊരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ആ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ അരി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിപ്പോവാത്ത നല്ല റൈസ് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കുമ്പം അരി ഇങ്ങനെ ഒന്നിൽ തൊടാതെ നമുക്ക് കിട്ടും. നല്ല ഫ്ലേവറും ആയിരിക്കും, ടേസ്റ്റും ആയിരിക്കും. അത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു പാകം, ഇത്ര ഗ്ലാസ് അരിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം അങ്ങനെയല്ല. പകരം ഈ അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന അരിയുടെ മുകളിൽ ഒരു ഇഞ്ച് അല്ലെ 2 ഇഞ്ച് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ അരി ഇത് നന്നായിട്ട് വെന്ത് നല്ലൊരു കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ എനിക്ക് കിട്ടാറുണ്ട് കുക്കറിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകി സമയം കളയണ്ട. ന്യൂട്രീഷ്യസുമാണ്. ഇതിൻ്റെ കൂടെ ഒരു തൈരോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാനാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി, പപ്പടം, സാലഡ്, അച്ചാർ. ഫുഡ് റെഡി. താങ്ക് യു.